എല്ലാവരെയും ഇന്ന് നമ്മുടെ ഫാമിലി മീറ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫാമിലി മീറ്റ് ആകുമ്പം നമ്മളെല്ലാവരും ഒരു കുടുംബക്കാരാണ്. അപ്പൊ കുടുംബക്കാരാകുമ്പം എല്ലാവരും പരസ്പരം കാണണം അല്ലെ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പോഴാണ് നമ്മൾ പരസ്പരം നമ്മുടെ മുഖങ്ങളൊക്കെ കാണുക. എവിടെയെങ്കിലും കണ്ടുമുട്ടി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ഓൺ ആക്കിയിട്ടൊക്കെ ഇരിക്കണം. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യേണ്ട. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിനോദ്, കണ്ണൂരാണ് സ്വദേശം, പ്രവാസിയായിരുന്നു. ഇന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ടീം മീറ്റിൽ ഇന്ന് ആദ്യമായിട്ട് സംസാരിക്കാൻ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ഡയറക്ടർ ആയിട്ടുള്ള റിയാസ് ഖാൻ ആണ്. അദ്ദേഹം കല്ലമ്പലം എന്ന സ്ഥലത്താണ്. അദ്ദേഹം ഇന്ന് വർക്ക് ചെയ്യുന്നത്, പ്രവാസിയാണ്, സൗദി അറേബ്യയിലാണ്. അവിടെ ഒരു സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുകയും വളരെ സീരിയസ് ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുകയും അതിലൂടെ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം റിയാസ് ഖാൻ സർ ഫ്രം സൗദി അറേബ്യ. വെൽക്കം സർ. ഓക്കെ, ഓഡിയബിൾ ആണോ? യെസ്, കേൾക്കാം. വിസിബിൾ ആണ്. ഗുഡ് മോർണിംഗ് ആൾ. നമ്മളെ ഗുഡ് മോർണിംഗ് അറിയാമല്ലോ എല്ലാവർക്കും. വെസ്റ്റേജിൽ ഗുഡ് മോർണിംഗ് എന്നാ പറയുന്നത്, ഗുഡ് ഏണിംഗ് എന്നാണ്. പിന്നെ ഓക്കെ, എന്നെ നല്ലതുപോലെ തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് വിനോദ് സാറ്. എൻ്റെ പേര്, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റിയാസ് ഖാൻ എന്നാണ്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഒരു കമ്പനിയിലെ മെയിൻ്റെനൻസ് സൂപ്പർവൈസറുടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടിലെ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശിയാണ്. അപ്പൊ എന്നെ ഈ ജോബിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഭീമ സാബു മേഡമാണ്. അപ്പം യാദൃച്ഛികമായിട്ട് എനിക്കൊരു മെസ്സേജ് വരികയും പിന്നെ പുള്ളിക്കാരി ഇപ്പോഴും പറയാറുണ്ട്, ഞാനില്ലേ ഒരു ലേഡി എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നത് 4 hour ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നല്ല ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഏത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായാലും ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അതിനകത്തൊക്കെ. പിന്നെ അത് ജസ്റ്റ് ഞാനന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും പിന്നെ അത് കൊള്ളാം എന്നുണ്ട് എങ്കിൽ മാത്രം ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് നെറ്റ്വർക്കുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആരെയും എൻ്റെ ഡൗൺലൈനായിട്ട് ആരെയും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ വെസ്റ്റേജിലാണ് എനിക്ക് കുറച്ച് ഡൗൺലൈനെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഞാൻ വേറെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതിന്റെ പേരിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും അതിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ ഇതിനുള്ളത് കൊണ്ടുമാണ് ഞാൻ പിന്നെ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചതും. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് 4 മാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു. പിന്നെ എന്തായാലും ഞാനൊരു ബ്രോൺസ് ഡയറക്ടർ അച്ചീവ് ആയി. അതിൽ ഏറ്റവും നല്ല താങ്ക്സ് പറയുന്നത് ദൈവത്തിനോടും പിന്നെ നമ്മുടെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഭീമ മാഡത്തിനോടും പിന്നെ നമ്മുടെ 24 hours സപ്പോർട്ട് ചെയ്യുന്ന ഷാജിസിനോടും പിന്നെ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യുന്ന വിനോദ് സാറിനോടുമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടിയിലെ ഡൗൺലൈൻ ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഇതിലുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ കാണുന്നില്ല. എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇത് നമുക്ക് ഇതേപോലെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്, എന്നാലും ഒരുപാടങ്ങ് എടുത്തിട്ടില്ല. ഇനിയും കൂടുതൽ എഫർട്ട് എടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് വിജയം കിട്ടുന്നത്. ഞാനിപ്പോ ആൾറെഡി പാർട്ട് ടൈം ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോഴേ പിന്നെ 1,50,000 രൂപയൊക്കെ സാലറി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രവാസം നിർത്തി നമ്മുടെ ഫാമിലിയോടൊപ്പം കഴിയണമെന്നാണ് ആഗ്രഹം. ഞാൻ ആൾറെഡി 14+ years കഴിഞ്ഞു. 14 വർഷം ഞാൻ ആൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്രവാസം. അതിൽ ഞാൻ 12 വർഷം UAE-യിലും 3 വർഷം സൗദിയിലും കംപ്ലീറ്റ് ആയി. എന്നിട്ടും എനിക്ക് ഇതുവരെയും എൻ്റെ ഡ്രീംസ് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഏത് പാർട്ട് ടൈം ജോബ് കണ്ടാലും ഞാൻ അതിലേക്ക് ഒന്ന് എത്തി നോക്കാറുണ്ട്. അങ്ങനെ കുറെ പ്ലാറ്റ്ഫോമിൽ പോയി പൈസ പോയിട്ടുണ്ട്. ഒന്ന് നമ്മളെ ഹൈറിച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 2 വർഷത്തോളം. പക്ഷെ ഞാൻ അതിനകത്തും ജോയിൻ ചെയ്ത് പിന്നെയാണ് എനിക്ക് കമ്പനിയെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് വേറൊരാളെ നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. പിന്നെ ഞാൻ തന്നെ അതിൽ തന്നെ നിന്നു. ഞാൻ 2 വർഷത്തോളം നിന്നു. പിന്നെ കമ്പനിയായിട്ട് ക്ലോസ് ആയതാണ്.
പിന്നെ വേറെ നമ്മുടെ ഷാഫി സാർ ഇത് കണക്ക് ഓൺലൈനിലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഷാഫി സാറിന്റെ ഇവിടെ ഒരു കമ്പനിയിൽ ഞാനും ഷാഫി സാറൊക്കെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അതിലെ ഒരു എല്ലാത്തിലും ഒരു ഇൻവെസ്റ്റ് നമുക്ക് 1999 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ അതിന് ഞാൻ ആ പ്രൊഡക്റ്റ് വീട്ടിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവരുമായിട്ട് സംസാര വിഷയം. നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് അല്ല, അവര് നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ഡബിൾ 3 പ്രൊഡക്റ്റ് ആണ്, അത് ഡബിൾ എനിക്ക് വീട്ടിലേക്ക് തന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ അവരുമായിട്ട് സംസാര വിഷയമായിരുന്നു. ഞാൻ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാതെ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ അങ്ങനെയാണ് സാറേ, അങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ് അവർ നമുക്ക് അയക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് ഉടക്കി. പിന്നെ ഞാൻ അവരുടെ നിന്നിട്ടില്ല അവരുടെ അടുത്ത്. പിന്നെ ഞാൻ ഒരു മാസം ഞാൻ ജസ്റ്റ് ഒന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ ആരെയും ചേർക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ നമ്മളെ ഭീമ മേഡം എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി, പ്ലാനെ കുറിച്ച് മനസ്സിലാക്കി കേട്ടു. ഷാഹി സാറിന്റെ സപ്പോർട്ടും പിന്നെ ഭീമ മേഡത്തിന്റെ സപ്പോർട്ടും പിന്നെ ഭീമ അവിടെ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ ഞാനും നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടി എനിക്കൊരു വരുമാന മാർഗം ഇതിൽ ഇപ്പൊ കിട്ടുന്നതിനേക്കാളും അതിന്റെ കൂടെ അവർ കൊണ്ടുപോകാനായിട്ട് വരുമാന മാർഗത്തിൽ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ജോബ് വന്ന് കിട്ടിയത്, ഈ ജോബിൽ വന്ന് കിട്ടാൻ. പിന്നെ ഞാനൊരു സൂപ്പർവൈസർ ആണെങ്കിലും ഞാൻ 50ഓളം ആൾക്കാർ എന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊക്കെ ഞാൻ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് സംസാരിക്കാറുണ്ട്. അതും പല കൺട്രീസ് ആണ്. അത് ഫിലിപ്പീൻസ് ഉണ്ട്, പിന്നെ ഗാന ആൾക്കാരുണ്ട്, പല പല ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, പലരും ഉണ്ട്. പലരിടത്തും നമ്മൾ സംസാരിക്കണം. പക്ഷെ എന്നാലും നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കമ്പനിയിൽ ഷാഫി സാർ എന്നുള്ളത് സംസാരിക്കുന്നത്. ഷാഫി സാർക്ക് നല്ല ഒരു ലീഡറാണ്. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ സമയമില്ലാത്തതിന്റെ പേരിലാണ് പുള്ളി ഇതിലേക്കൊന്നും കടന്നു വരാത്തത്. നല്ല ജോലിയാണ്, സൂപ്പർ മാർക്കറ്റിലാണ് പുള്ളി. ഒരു നല്ലൊരു ഷോപ്പ് ഒന്നും കൂടെ സിംഗപ്പൂരിൽ അവരെ മുതലാളി ഒന്നും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് പുള്ളി പുള്ളിയെ സെലക്ട് ചെയ്തതിന്റെ പേരിൽ പുള്ളിക്ക് ടൈം ഇല്ലാത്തതിന്റെ പേരിലാണ് പുള്ളി ഇതിലേക്ക് ഇൻവോൾവ് അല്ലാത്തത്. പിന്നെ നമ്മുടെ വേറെ കമ്പനി അപേക്ഷിച്ച് ഒത്തിരി ഇതിൽ എന്നെ പിടിച്ചു നിർത്താനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൽ കിട്ടുന്ന ക്യാഷ് എത്തിക്കാണ്. വെച്ചാല് ആരെയും നമ്മൾ പറ്റിക്കുന്നില്ല. ആരെയും വേറെ ഇതിലേക്കാണെങ്കിൽ നമ്മളെ ലെഫ്റ്റും റൈറ്റും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് ഒരു 5000 രൂപ വാങ്ങിയിട്ട് പിന്നെ നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെയാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരാളെ പറ്റിച്ച് നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. ഇത് അങ്ങനെയല്ല. ഇതിന്റെ വരുമാനം എന്ന് പറഞ്ഞാല് ആരെയും നമ്മൾ പറ്റിക്കുന്നില്ല, നമ്മൾ കബളിപ്പിക്കുന്നില്ല. നമ്മൾക്ക് കിട്ടുന്ന ക്യാഷ് അത് നല്ല നേരായ മാർഗത്തിൽ ആരുടെയും കണ്ണീര് വീണെന്നല്ല. അതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യത്തിലാണ്. വെച്ചാൽ നമ്മൾ കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് മാത്രം. ആ സാധനം നമ്മൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു മാത്രം. പിന്നെ വണ്ടർഫുൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്. പിന്നെ വേറെ കമ്പനികളിലൊക്കെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുള്ള കമ്പനി ഉണ്ട്, പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ്. നമ്മൾ വെൽനസ് പ്രൊഡക്റ്റിൽ എന്റെ അനുഭവത്തിൽ ഏറ്റവും വില കുറവ് നമ്മുടെ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ ഒത്തിരി കമ്പനിയുണ്ട്. എന്താണ് ഇൻഡസ് വിവയുടെ പ്രൊഡക്റ്റിന് സാർ ഇന്നലെ പറഞ്ഞ പോലെ 3500 രൂപയാണ് അത് പ്രൊഡക്റ്റിന്റെ വില. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 38,500 രൂപയാണ് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയുള്ളത്. എന്നെ മിക്കുള്ളതും എന്റെ ഒരു വാട്സപ്പിൽ എന്നൊരു കോൺടാക്ട് ചെയ്യാറുണ്ടോ പോയി. 38,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ അത് കൊണ്ട് കിടന്ന് സെയിൽ ചെയ്യണം. അത് നമ്മൾ ഡയബറ്റിക് രോഗികളെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് സെയിൽ ചെയ്താൽ മാത്രം വേണം നമുക്ക് ഒരു പ്രൊഡക്റ്റിന് 500 രൂപ കിട്ടണം. അതും അവർക്ക് ആകെ 6 പ്രൊഡക്റ്റേ ഉള്ളൂ ആ കമ്പനിക്ക്. നമുക്ക് 450 പരം പ്രൊഡക്റ്റ് ഉണ്ട്. നല്ല വണ്ടർഫുൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഏതൊരു പാവപ്പെട്ട ആളിനും നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ്. അത് ഞാൻ ഈ കമ്പനിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത്. അത് നമുക്ക് വിനോദ് സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അത് നേരത്തെ എനിക്ക് അറിയുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വേറെ കമ്പനിയിലൊന്നും പോയി ചാടൂലായിരുന്നു. നമ്മുടെ ക്യാഷ് ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു. വെച്ചാൽ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള കമ്പനിയാണ് നമുക്ക്. പിന്നെ റിസർച്ചിങ് ലാബ് ഉണ്ട്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ നേട്ടങ്ങൾ. വേറെ കമ്പനിക്ക് ഒരുപാട് കമ്പനി ഫിജി കാട്ട് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഇല്ല. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ഇല്ല. അതൊക്കെ വേറൊരു കമ്പനി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവര് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ അവർ പറയും. പിന്നെ നമ്മുടെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ ഉള്ള നമ്മുടെ ഡൗൺ ലൈന് ഒരു 5000 രൂപയെങ്കിലും വാങ്ങി കൊടുത്താൽ മാത്രമേ മുകളിലുള്ള അപ്ലൈന് ഒരു 50 രൂപ കിട്ടൂ എന്നതുകൊണ്ട് നമ്മുടെ അപ്ലൈൻ എപ്പോഴും നമ്മളെ ഡൗൺ ലൈനെ വിജയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് എനിക്ക് ഇതിലൊരു പ്ലസ് പോയിന്റാ തോന്നി. വേറൊരു കമ്പനിക്കും ഇല്ല. വേറൊരു കമ്പനി അവര് കുറച്ച് സാധനങ്ങൾ എടുപ്പിക്കും, പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ എനിക്ക് കുറച്ച് എന്റെ ഡൗൺ ലൈൻ പറയാനുള്ളത്, ഞാൻ നല്ലൊരു
ഇതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് തന്നു. പക്ഷെ എനിക്ക് ടൈം ഇല്ലെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സാറ് ഷായ് സാറുണ്ട്, വിനോദ് സാറുണ്ട്, പിന്നെ നമുക്ക് ഭീമ മേഡം ഉണ്ട്. അപ്പൊ ഈ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകല് മൊബൈൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പം ഒരു 3-4 മാസം കൊണ്ട് കമ്പനി കുറച്ച് ഡൗൺ ആയതിന്റെ പേരിൽ, ജോബ് ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഓൺലൈനിലുള്ളതും പിന്നെ ഞാൻ വർക്കിന് വേണ്ടി ശ്രമിക്കുന്നതും ലിങ്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇനി 1 വീക്ക് കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകല് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. വെച്ചാല് നമ്മൾ പോകുന്നത് ഗവൺമെന്റിന്റെ റിഫൈനറിയിലേക്കാണ്. അപ്പൊ അവിടെ മൊബൈൽ അലോഡ് അല്ല. മൊബൈല് അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ്, എയർപോഡ്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലോഡ് അല്ല. അപ്പൊ നമ്മൾ റൂമിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എന്റെ ഡൗൺ ലൈൻസ് വിചാരിക്കില്ല, അല്ലെ അപ്ലൈനും ഞാൻ അപ്ലൈൻ്റെ ഇൻഫോം ചെയ്യുന്നുണ്ടാവും. സാറ് എന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരിക്കലും അങ്ങനെ നിങ്ങൾ കാര്യം വിചാരിക്കല്. നമുക്ക് ടൈം ഇല്ലാത്തതിന്റെ പേരിലാണ്. പിന്നെ നമ്മളൊരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഞാനും ഷായ് സാറും നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇവിടത്തെ കിട്ടുന്നതിനേക്കാളും ഡബിൾ സാലറി നമുക്ക് മിനിമം ഒരു 50,000 രൂപ കിട്ടിയാലും മതി. നമുക്ക് സുഖമായിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ജീവിക്കാൻ, നാട്ടിൽ സെറ്റിൽ ആവാനാണ് നമ്മുടെ ആഗ്രഹം. ഒരു പ്രവാസിയും ആഗ്രഹിക്കാറില്ല നമ്മൾ ഇതുപോലെ ഇവിടെ വന്ന് കിടന്ന് നമുക്ക് ജോലി ചെയ്ത് ഫാമിലി നാക്കുന്ന നിൽക്കുക. എല്ലാവരും, നമുക്കും അതുപോലെതാണ് ആഗ്രഹം. എല്ലാവരും നമ്മുടെ ഫാമിലിയോടൊപ്പം കഴിയുക എന്നാണ്. പിന്നെ ഒന്നും ഓർമ്മ വരുന്നില്ല, അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതിൽ തന്നെ കണ്ടിന്യൂസ് ചെയ്യുക. നമുക്ക് എല്ലാവരും വിജയിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരോട് നല്ല കടപ്പെട്ടിരിക്കുന്നു ഞാൻ. മിനി ചേച്ചിയോടും രേഖ മാഡത്തിനോടും. ജോമോൾ ചേച്ചിനകത്ത് ഉണ്ടാകുന്ന അറിയില്ല, വീഡിയോ കാണുന്നില്ല. ഓക്കെ, ജോമോൾ ചേച്ചി നമ്മുടെ സിസ്റ്റേഴ്സ് ആണ്. നമ്മള് സാറും ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്, സിസ്റ്റേഴ്സ് ആണ് നമ്മുടെ ടീമിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ആരും ഇപ്പം അങ്ങനെ പൊതുവേ നമ്മുടെ സ്കാം കൂടുതലുള്ളതിന്റെ പേരിലാണ് ആരും നമുക്ക് ഇപ്പം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആൾക്ക് നമ്മളെ റിജക്ട് ചെയ്യുന്നത്. എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത്. നമുക്ക് ആൾക്കാരെ ഇതിലേക്ക് ക്ഷണിക്കാൻ കഴിയുന്നില്ല. നമ്മൾ എന്തെങ്കിലും അവരുടെ മെസ്സേജ് കൊടുക്കുമ്പോഴേ അവരെ നമ്മളെ സ്പാം ആക്കിയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് വാട്സപ്പ് നമുക്ക് ബ്ലോക്ക് വരുന്നുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ടൈമിങ്ങിന്റെ ഒരു കുറച്ച് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനിപ്പം നമ്മൾ മീറ്റിംഗിലേക്ക് ഞാൻ ആരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഷായ് സാറിന്റെ അടുത്തും ഭീമ മേഡത്തിന്റെ അടുത്തും കണക്ട് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഭീമ മേഡം കുറച്ച് ലേറ്റ് ആയാലും ഷായ് സാർ ഒരിക്കലും ലേറ്റ് അല്ല. എപ്പോ നമ്മൾ എന്ത് ചോദിച്ചാലും ഷായ് സാർ അപ്പോഴത്തേക്ക് നമുക്ക് മറുപടി തരുന്നുണ്ടാവും. പിന്നെ എനിക്ക് ഏകദേശം കുറച്ച് സംസാരിക്കാൻ കുറച്ച് കഴിവില്ലെങ്കിലും ഏകദേശം ബാക്കി എല്ലാ വർക്കുകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐഡി അടിക്കാനും പിന്നെ വെസ്റ്റേജ് കമ്പനിക്ക് മെയിൽ അയക്കാനും പിന്നെ നമ്മുടെ പാൻ കാർഡ് വെച്ച് കണക്ട് ചെയ്യാൻ മെയിൽ അയക്കാനും പിന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അതൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ എൻ്റെ ഡൗൺ ലൈനിൽ എനിക്ക് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എന്നിൽ നിന്ന് എന്തെങ്കിലും ആൻസർ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അപ്ലൈനായിട്ടുള്ള ഭീമ മാഡത്തിനോടും ഷായ് സാറിൻ്റെ അടുത്തും കോൺടാക്ട് ചെയ്യാം. പിന്നെ സുരേഷ് രാജ് സാറിനെ ഞാനായിട്ട് സംസാരിച്ചിട്ടില്ല, വീഡിയോയിൽ കാണുന്നുണ്ട്. അതാണ് ഭീമ മാഡത്തിന്റെ അപ്ലൈൻ എന്ന് ഞാൻ കരുതുന്നു. സാർ വെൽക്കം. പിന്നെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ബാക്ക് ടു മൈക്ക് MC. താങ്ക് യു റിയാസ് സർ. വളരെ വണ്ടർഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം ഒത്തിരി നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്താണ് ലാസ്റ്റ്ലി വെസ്റ്റേജ് ആണ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്നുള്ളത് മനസ്സിലാക്കി തന്നു. അദ്ദേഹം അതിൽ ഒരു ഫസ്റ്റ് പിൻ ലെവൽ ആയിട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. ഇനിയും അടുത്ത പിൻ ലെവൽ പെട്ടെന്ന് തന്നെ നേടുമാറാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം അദ്ദേഹം കുറെ നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഏതൊരു കമ്പനിയെയും നമ്മൾ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അതിലൂടെ ഒന്ന് കടത്തിവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ യാതൊരു എക്സ്പെൻസും അല്ലെങ്കിൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഏതൊരു വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു റിയാസ് സർ. അടുത്തതായിട്ട് ഞാനിവിടെ ക്ഷണിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഹെഡായിട്ടുള്ള ഷാജി മിത്തൽ സാറിനെയാണ്. അദ്ദേഹം നമുക്ക് ഏത് സമയത്ത് വേണ്ടെങ്കിലും
റിയാസ് സാർ പറഞ്ഞതുപോലെ തന്നെ 24 hours അല്ല, അതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏത് സമയത്തും നമ്മുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും സാധിക്കുന്ന ഷാജി സാറാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, ഇപ്പം ഫാമിലി ആയിട്ട് ദുബായിൽ സെറ്റിൽഡ് ആണ്. അദ്ദേഹം ഈ ഇതിൽ 9 ഇൻകത്തിൽ 8 ഇൻകം വാങ്ങുന്ന ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഇതിന്റെ സിസ്റ്റം നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നാളെ എറണാകുളത്തും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇന്നിവിടെ സാറ് സംസാരിക്കുന്നുണ്ടാവുക. ഞാൻ അതിന്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ ഇന്ന് നൈറ്റിൽ പോവാണ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറ്റാവുന്ന എല്ലാവരും ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നാളെ 9:30 മണിക്ക് ആണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടും അതിന്റെ നമ്മുടെ എങ്ങനെ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷാജി മിത്തൽ സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഷാജി സാർ. താങ്ക് യു വിനോദ്, വണ്ടർഫുൾ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ റിയാസ് ഖാൻ, കൺഗ്രാജുലേഷൻ. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് റിയാസ് ഖാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. വരുന്ന സമയത്ത് ഡിജിറ്റൽ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ പേരിലാണ് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ വലിയൊരു എക്സ്പീരിയൻസുള്ള ലീഡറായിരിക്കും, നമ്മൾക്കൊന്നും ഇദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 1000 പ്ലാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് വന്ന് ആദ്യത്തെ ജോയിനിങ് ആയിരുന്നു. ഇന്ന് അദ്ദേഹം ബ്രോൺസ് ഡയറക്ടറായി സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് വലിയൊരു ടീമിന് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്, പല കമ്പനികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ ഇതിൽ വിജയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 82 ആൾക്കാരുണ്ടല്ലേ, ഒരു 18 പേരും കൂടെ കയറ്റാൻ പറ്റുമോ? നിങ്ങളുടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഒരു 18 പേരെ നമുക്ക് എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓൺലൈൻസ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ അവർക്ക് ഇവിടെ എത്താം. നമുക്കൊരു 40 മിനിറ്റ് കൊണ്ടുള്ള സെഷൻ ആയിരിക്കും. 90 ഡേയ്സ് മിഷൻ, ഒരു 90 ദിവസത്തെ ഒരു മിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ നിങ്ങൾ? 90 ദിവസം പറ്റാവുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആയിക്കോട്ടോ. മിഷൻ 90 ഡേയ്സ് ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് മിഷൻ 90 ഡേയ്സ്? ഇതിൽ എത്ര ആൾക്കാർ കസ്റ്റമറായിട്ട് ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടോ? 1 ലക്ഷം രൂപ മാസം വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾ റെഡിയാണോ? എത്ര ലക്ഷം രൂപ വരുമാനം ആഗ്രഹിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടാവുക? 10 ലക്ഷം രൂപ വരുമാനം ഇതിൽ വാങ്ങിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ? ഒരു മാസ വരുമാനം 10 ലക്ഷം രൂപ വരുമാനം കിട്ടും എന്ന് വെസ്റ്റേജിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ എസ് അടിക്കാം. 100% നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ മാസ വരുമാനം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എല്ലാ ആൾക്കാർക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ ഉള്ളിൽ ഇതിലൊരു വിശ്വാസമില്ലായ്മയാണ്. ഇതിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരൊറ്റ വിഷമം മാത്രമേ എല്ലാവർക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് കാണാത്തത്. ഐഡിയ എടുക്കുന്നുണ്ടാവും, ജോയിൻ ചെയ്യുന്നുണ്ടാവും, കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ നിങ്ങൾ ആ വഴിക്ക് പോലും കാണാത്ത ആൾക്കാരാണ് കൂടുതലുണ്ടാവും. പല ആൾക്കാരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ആ മീറ്റിംഗ് പേര് മാത്രമേ ഉള്ളൂ, ആളവിടെ കേൾക്കുന്നുണ്ടോ അല്ലാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയാൻ പോലും സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു മണിക്കൂർ, നമ്മൾ ഈ ബിസിനസ്സിന് കൊടുക്കുന്ന ആ ഒരു മണിക്കൂർ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മണിക്കൂറായി വെക്കണം. അത് അറ്റൻഷനുമായിട്ട് നമ്മൾ കേൾക്കുക, മനസ്സിലാക്കുക. ഇതിൽ ഓരോ ലീഡേഴ്സും പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പല ആൾക്കാരും ചിലപ്പോൾ കിടന്നുകൊണ്ടായിരിക്കും, ഇരുന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാം ഇന്ന് 9 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ കുട്ടികൾക്ക് 8:30 ഭക്ഷണം കൊടുത്താലും ചിലപ്പോൾ അവർ കഴിക്കുന്നുണ്ടാവും അല്ലേ? ആ ഒരു സീരിയസ്നെസ് ഈ ബിസിനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂർ നിങ്ങൾ കേൾക്കാൻ, എല്ലാ ചൊവ്വാഴ്ചയുള്ള ആ ടീം മീറ്റിങ്ങുകളും അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ട്രെയിനിങ് സെഷൻ, പ്രൊഡക്റ്റ് ട്രെയിനിങ് സെഷനും നിങ്ങൾ ആ ഒരു ക്ലാസ്സിലിരിക്കുന്ന, സ്കൂളിൽ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന അത് അറ്റൻഷനോട് കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കാൻ 100% സാധിക്കുന്നുണ്ടോ? പല ആൾക്കാരും അതിന് സീരിയസ്നെസ് കൊടുക്കാതെ അപ്ലയൻസിനെ ബോധിപ്പിക്കാനായിട്ട് പോലും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും കുറേ ഉണ്ടോ? അതല്ല, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ, വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതും വിജയിക്കുന്നതും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് 100% ഇതിലൂടെ നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൽ മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മുതലാണ്, ഇതിൽ പല ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടീമിലെ ആൾക്കാർ. ഇന്ന് മുതൽ ജനുവരി 28 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മിഷൻ 90 ഡേയ്സ്. ഇനി അങ്ങോട്ടുള്ള ഒരു 90 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, നാളെയും മറ്റന്നാളും ചെയ്യുന്നു, പിന്നെ 2 കല്യാണം, ഒരു ഹോസ്പിറ്റൽ കേസും കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 90 ദിവസം കണ്ടിന്യൂ ആക്ടിവിറ്റി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ആക്ഷൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ആയി കിട്ടുന്നു, നിങ്ങളുടെ ഫൗണ്ടേഷൻ അവിടെ ഉറപ്പായിട്ടുണ്ടോ? ഇന്ന് ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഈ ബിസിനസ് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, ഐഡിയ എടുത്തിട്ടുണ്ടാവുക,
കസ്റ്റമറായിട്ട് വന്നിട്ടുണ്ടാവും. അല്ല, നിങ്ങളൊരു 100 PV കൺസിസ്റ്റൻസി ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരാണോ? ശരിയാണോ? 100 PV ചില ആൾക്കാർ കൺസിസ്റ്റൻസിയുടെ ഭാഗമായിട്ട് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കുറേ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 101 PV ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊരു പേസ്റ്റും കുറച്ചിട്ട് 100 PV ആക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും കറക്കി തിരിച്ചത് 100 PV എത്തിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, പല ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. 100 PV കൺസിസ്റ്റൻസി ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, അത് 101 ആയാൽ ഒരു സോപ്പ് കുറച്ചിട്ട് 100 ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടോ? കറക്റ്റ് റൗണ്ട് 100 ആക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും 100 PV തികയ്ക്കാനായിട്ട് ബിസിനസ് ചെയ്യാതിരിക്കുക. 100 PV കൺസിസ്റ്റൻസി അത് നമുക്ക് ബെനിഫിറ്റുള്ള കാര്യമാണ്. പക്ഷേ അതല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എല്ലാ പ്രോഡക്റ്റും ഇതിൽ ഉപയോഗിക്കുക, മറ്റുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക. അതാണ് 90 ഡേയ്സ് മിഷനിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിലുള്ള എല്ലാ ആൾക്കാരും മിനിമം കൺസിസ്റ്റൻസിയിലേക്ക് ഭാഗമാകാൻ ശ്രമിക്കുക. ഒരു കൺസിസ്റ്റൻസിയോ 2 അത്രയും പ്രശ്നമില്ല. മിനിമം ഒരു 100 PVയുടെ കൺസിസ്റ്റൻസിയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുക. ഈ ജനുവരി മാസം കഴിയുന്നു, ഫെബ്രുവരി മാസം സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ ആൾക്കാരും ഒരു കൺസിസ്റ്റൻസിയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കാം. എന്ന് വെച്ച് 100 PV എന്നല്ല, എത്ര ആയിക്കോട്ടെ, 100ൽ മേലോട്ട് എത്ര ആയിക്കോട്ടെ, അത് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ആ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻസ് ആയുള്ള കാര്യമാണ്. പിന്നെ 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടൻസ് ആയി ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഈ ബിസിനസ്സിൽ ആദ്യം നിങ്ങളിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. പല ആൾക്കാരുടെ പ്രശ്നം, ലേഡീസ് ആകുമ്പോൾ പ്രശ്നം വെച്ചാൽ പ്ലാൻ കേൾക്കുന്നുണ്ടാവും, ഒരു മോട്ടിവേഷനിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ടാവും, എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നില്ല. അല്ല, പല ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പല ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ലേഡീസ് ആകുമ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇനി അഥവാ ജെൻസ് ആണെങ്കിൽ വൈഫ് സമ്മതിക്കുന്നില്ല, അവർ പറയില്ല, വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് അവർ ഇതിന് ഒഴിഞ്ഞു മാറുന്ന കണ്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കുമോ എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കില്ല. പല കമ്പനികൾ കണ്ടുള്ള പേടി, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥ. പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പോയി പൈസ കളഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ് ഇന്ന് നാട്ടിൽ. 99% ആൾക്കാരും ഇന്ന് പല ഇടങ്ങളിലും പോയി പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പേടി കാരണമാണ് നല്ല കമ്പനികളെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ നിങ്ങൾ ആദ്യം വന്നിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ് എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. റിയാസ് ഖാൻ പറഞ്ഞ പോലെ ഇവിടെ വേറെ ഒരാളെയും ബുദ്ധിമുട്ടിച്ചില്ല, ഒരാളുടെ കണ്ണീരിൻ്റെ പൈസ ഇതിനകത്ത് കിട്ടില്ല. ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടല്ല നിങ്ങൾക്ക് ഇതിനകത്ത് വരുമാനം കിട്ടുന്നത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലൊരു കമ്പനിയാണ്, നമുക്ക് എവിടെ നിന്നാണ് ഇതിനകത്ത് വരുമാനം വരുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. അത് ആദ്യം നിങ്ങളിൽ തന്നെ ഒരു 100% കോൺഫിഡൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും, ഇത് ഞാൻ കമ്മിറ്റഡായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധ വിഷമോ ഒരു നെഗറ്റീവും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവില്ല. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു നെഗറ്റീവും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നിങ്ങളുടെ ഡിസിഷൻ സ്ട്രോങ് ആയി എടുക്കാൻ ശ്രമിക്കുക. ഇനി വരുന്ന 90 ദിവസം ഒരാളുടെ നെഗറ്റീവ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതെ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിട്ട്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരുടെ ഒരു നെഗറ്റീവ് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കാതെ നിങ്ങളുടെ ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് ഉറച്ച തീരുമാനം, ഈ ബിസിനസ്സിലൂടെ എനിക്കൊരു 10 ലക്ഷം രൂപ വരുമാനം മാസം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ മാസ വരുമാനം, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയെങ്കിലും മാസ വരുമാനം വാങ്ങിക്കണം എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുവാൻ സാധിക്കുവാണെങ്കിൽ ഒരാളുടെ വാക്കും നെഗറ്റീവ് നിങ്ങളിലേക്ക് കൊടുക്കാതെ. അത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് കേൾക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ ആരും പരിചയമില്ല. നമ്മളെല്ലാവരും സൂം മീറ്റിങ്ങിലൂടെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. നേരിട്ട് കാണാത്ത വ്യക്തി പറഞ്ഞ അവിടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാർ പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ പറയുന്ന ആ നെഗറ്റീവിൽ നിങ്ങൾ ഈ ഒരു തീരുമാനം മാറ്റിക്കളയുന്നുണ്ടാവും. ഒരു കാരണവശാലും ആരുടെ വാക്കുകൾ കേട്ടിട്ടും നിങ്ങൾ തീരുമാനം മാറ്റില്ല എന്ന് ഉറച്ച തീരുമാനം, ആ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഒരിക്കലും പരാജയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ തീരുമാനം എടുത്തു, ചിലപ്പോൾ കൺസ്യൂമർ ആയിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക, അതിന് നിങ്ങൾ ബിസിനസ് മാനായിട്ട് മാറുമായിരിക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ഇതിലേക്ക് വന്നത് ആക്ച്വലി ചെറിയൊരു ഡ്രീംസ് അല്ലായിട്ട് വന്ന് എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയം കാരണമാണ് എനിക്ക് ഇതിലൂടെ വിജയിക്കാൻ പറ്റുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും, 3.5 വർഷമായി ഞാൻ ബിസിനസ്സിൽ വന്നിട്ട് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ട് മാറി നിന്നതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഒരു കാര്യങ്ങൾ പോലും, ഒരു എക്സ്ക്യൂസസ് പോലും ഞാൻ ഇതിൽ പറഞ്ഞു ഈ ഒരു ബിസിനസ് വന്നിട്ട് മാറ്റിയിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മേഖലകൾ വർക്ക് ചെയ്ത ആൾക്കാരാണ്, ഒരുപാട് ബിസിനസ് ചെയ്ത വ്യക്തിയാണ്, ഒത്തിരി ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പൈസ കളഞ്ഞിട്ടുണ്ട്. അതിലുള്ള തിരിച്ചറിവാണ് എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയത്. ഈ ബിസിനസ്സിലുള്ള സാധ്യതകൾ ഞാൻ മനസ്സിലാക്കി. അവിടെയാണ് ഒരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ
10 ലക്ഷം രൂപ മേലെ മാസ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയത് ഈ ബിസിനസ്സിൽ വന്ന് ഇതിൻ്റെ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അപ്പം നിങ്ങളിൽ എല്ലാവരും കാണേണ്ടത് എല്ലാ ഫങ്ഷൻസും, ഫിസിക്കൽ മീറ്റിംഗ് ആയിക്കോട്ടെ, സൂം മീറ്റിംഗ് ആയിക്കോട്ടെ, അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ് കളഞ്ഞു പോകേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഇന്ന് ഇരിക്കുന്ന 80 പേര്, 82 പേരുണ്ടായിരുന്നു, 2 പേര് നെറ്റ്വർക്ക് പ്രോബ്ലമാണ്. 80 പേരും ഒരു സ്ട്രോങ് തീരുമാനം എടുക്കുക. നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ നല്ലൊരു വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അത് 90 ദിവസം കണ്ടിന്യൂ നിങ്ങൾ ഇതിൽ ആക്ടിവിറ്റി ചെയ്യുക. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി? ഒന്നുകിൽ സോഷ്യൽ മീഡിയ വഴി ഇതിലേക്ക് നമുക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇതിൽ പ്രായമായുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അറിയില്ല, ഫേസ്ബുക്ക്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അത്. പക്ഷേ ഞാനും അത് തുടങ്ങാൻ പോവാണ്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ അത് ഉപയോഗിക്കുക, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയിൽ വെസ്റ്റീജ് കമ്പനിയിലെ ഫേസ്ബുക്കിൻ്റെ പേജുണ്ട്, യൂട്യൂബിൻ്റെ പേജുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ വെസ്റ്റീജിൻ്റെയും വിന്നിങ് ടീമിൻ്റെയും യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈക്സ് വരുന്നുണ്ടാവും, കമൻറ്റ്സ് വരുന്നുണ്ടാവും. അവർ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഇന്ന് ഈ വെസ്റ്റീജിൻ്റെയും വിന്നിങ് ടീമിൻ്റെയും സോഷ്യൽ മീഡിയ വഴി UCD ആയ ആൾക്കാർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ വാട്സപ്പിലൂടെ മാത്രമാണ് ഇന്ന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലൂടെ മാത്രം ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് ആർക്കെങ്കിലും ഇത് പ്രായമായ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അതറിയാൻ പറ്റും. 14 വയസ്സും 13 വയസ്സായ മക്കൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അവർക്ക് ഒരു പോസ്റ്റ്, ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ മെസ്സേജും അതിൻ്റെ കമൻസും വരുന്നുണ്ടാവും. ഇഷ്ടംവരെ ആൾക്കാർ ഓപ്പർച്യൂണിറ്റി തേടി വരുന്നത്. വെസ്റ്റീജിൻ്റെയും വെനിങ്ങിൻ്റെയും വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ സത്യസന്ധമായ വീഡിയോസ് അതിൻ്റെ ഒരുപാടുണ്ട്. അത് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൾക്കാർ എൻക്വയറി ആയിട്ട് വരുന്നുണ്ടാവും. നിരന്തരം ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒത്തിരി കോളുകൾ വരുന്നുണ്ടാവും. അത് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ അയൽപക്കത്തെ ചേച്ചിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നിച്ച് നടക്കുന്ന കൂട്ടുകാരൊന്നും നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ ചിലപ്പോൾ ആദ്യം വന്നെന്ന് വരില്ല. നമ്മൾ അവരെ ഒരു ലോയൽ കസ്റ്റമർ ആക്കിയിട്ട് കൂടെ നിർത്തുക. വെറും ഒരു ലോയൽ കസ്റ്റമറായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ കൊണ്ടുവന്നാൽ മതി. പല ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്ന മോട്ടിവേഷനിൽ ഒരു 6 വ്യക്തികളെ ഈ ബിസിനസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അളിയനെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ, ഇവരൊക്കെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരല്ല നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി പല ആൾക്കാരിലേക്ക് നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ പറ്റും. കമ്മിറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. ഇന്ന് പല ആൾക്കാരും നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ നെഗറ്റീവ് വാക്ക് കേട്ട് പിന്നെ 2-3 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മീറ്റിങ്ങിലും ഇല്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല, അപ്ലൈനായിട്ട് സംസാരിക്കില്ല, ബിസിനസ്സും കളഞ്ഞു പോകുന്നുണ്ടാവും. പിന്നെ അപ്ലൈൻ വിളിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പറയുന്നത് ഹസ്ബൻഡ് സമ്മതിക്കാതിട്ടാണ് ബിസിനസ് ചെയ്യാതെന്ന് പറയും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് ബിസിനസ് ചെയ്യുന്ന പറയുന്ന ആൾക്കാരുണ്ടാവും. ഇന്ന് പല ആൾക്കാരും ഈ ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഈ ബിസിനസ് വേണ്ടാന്ന് വെക്കുന്നത്. പല ആൾക്കാരും നിങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാതിരുന്നാൽ അവരെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും എന്നുള്ള ഒരൊറ്റ കാരണം. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എനിക്കുണ്ടായ EMI അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ലോൺ അടക്കാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് കാർഡ് അടക്കാൻ പറ്റുന്നില്ല, കിട്ടുന്ന ശമ്പളം കംപ്ലീറ്റ് ഇത് മാത്രം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10-20 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ EMI ഒന്നും തീരാൻ പോകുന്നില്ല എനിക്ക് മനസ്സിലായിട്ടാണ്. അവിടെയാണ് ഞാനിത് തിരിച്ചറിഞ്ഞതും ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയി വന്നതും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും കടങ്ങളൊക്കെ മാറും തോന്നുന്നുണ്ടോ? പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് നിങ്ങളുടെ EMI ലൈഫിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം 90 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങളിതിൻ്റെ ഓരോ ആക്ടിവിറ്റികൾ ആൾക്കാരെ പ്രോസ്പെക്റ്റിംഗ് ചെയ്യാൻ, ഇൻവൈറ്റ് ചെയ്യാൻ നിരന്തരം ശ്രമിക്കുക. ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് ഒരു കാരണവശാലും ആരുടെയെങ്കിലും 1-2 ആൾക്കാരുടെ നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കരുത്. മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി വരുന്ന 90 ദിവസം ഈ ഇരിക്കുന്ന 80 പേരും നിങ്ങൾ എല്ലാ ദിവസവും ആക്ടിവിറ്റി ചെയ്യുക, പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക. പുതിയ വ്യക്തികളെ, പുതിയ ആൾക്കാരെ, ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കാണുന്ന ആൾക്കാരെ. ഇന്ന് നമുക്ക് റോഡിൽ വെച്ച് ഒരാളെ കാണുവാണെങ്കിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഒരു വെച്ച് വ്യക്തിയെ കാണുവാണെങ്കിൽ ഒരു പരിചയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടുക, എന്ന് ചോദിച്ചാൽ സോറി ഇട്ടോ, ഒരു ഒറ്റ വാക്ക് പറയാം, സോറി പറയാം, ഒന്ന് പരിചയപ്പെടാം, സാർ എവിടെയാണ്, നാട്ടിലെവിടെയാണ്, ഒന്ന് പരിചയപ്പെടാം. അവിടെ വന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നിട്ട് അവർ എന്താണ് വർക്ക് ചെയ്യുന്നത് ചോദിക്കാം, അവരോട് പറയാം നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ തിരിച്ചവരും ചോദിക്കും നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും.
ഒരിക്കലും അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല ഷെയർ ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും ഇതിൽ കിട്ടിയ ആ ഒരു സന്തോഷം മാത്രം ഷെയർ ചെയ്താൽ മതി. അവരെ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ടോ? ഇന്ന് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പല സ്ഥലങ്ങളിലും ഉണ്ടാവും ആൾക്കാർ. മാക്സിമം ആൾക്കാരെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ ഇതേപോലെ തട്ടോ മുട്ടോ ചെയ്ത് നമുക്ക് അവരെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒരു 100 രൂപ എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ SP സാർ പറഞ്ഞൊരു കഥയാണത്. ഒരു 100 രൂപ എടുത്ത് താഴെ ഇടുക, എന്നിട്ട് എടുത്ത് അവരുടെ ഇത് നിങ്ങളുടെ 100 രൂപയാണ് ചോദിക്കുക. അപ്പോൾ അല്ലാന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ എടുത്ത് പോക്കറ്റിൽ വെക്കാൻ സാധിക്കുന്നുണ്ടാവും, തിരിച്ച് അവരായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അഥവാ അദ്ദേഹത്തിൻ്റെ 100 വാങ്ങിച്ചാലും കുഴപ്പമില്ല സുഹൃത്തുക്കളെ, ആ 100 പോയെന്ന് വെച്ചാൽ മതി. ആ വ്യക്തി നിങ്ങളായിട്ട് റിലേഷൻ ഉണ്ടായിട്ടുണ്ടാവും, അവരായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടാവും. ആ 100 രൂപ പോയെന്ന് വെച്ച് വിഷമിച്ച് രാത്രി ഉറക്കം വരാതെ ആവരുത് കേട്ടോ. ഇനി അഥവാ ആ വ്യക്തി 100 രൂപ വാങ്ങിച്ച് പോയെങ്കിലും വിഷമിക്കണ്ട, വേറെ 100 നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടോ, അതിന് പകരം 10,000 രൂപയാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വഴിയിൽ വെച്ച് കാണുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്ന ആൾക്കാരെ, ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കാരണം അതിലിരിക്കുന്ന ആ സീറ്റിലുള്ള മുഴുവൻ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടാവും. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെന്താണ് ചെയ്യുന്നത് അന്വേഷിക്കുക. തിരിച്ചെന്തിയാൽ അവർ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച്. അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനല്ല, ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. അവർ തിരിച്ച് ചോദിക്കേണ്ട കുറേ കാര്യങ്ങൾ. അല്ല നിങ്ങൾ അവിടെ തന്നെ പ്ലാൻ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കാനല്ല ചെയ്യേണ്ടത്. എവിടെ വെച്ചാലും നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഓരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാനും അതിൻ്റെ നോളജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ തന്നെ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിലുള്ള വിന്നിംഗ് ടീമിൻ്റെയോ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ വരുന്ന ആൾക്കാരെ നമ്മൾ സൂം മീറ്റിങ്ങിൽ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് നിരന്തരം ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നിരന്തരം ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. പല ആൾക്കാരും ഒരാളോട് പറഞ്ഞ് ആ വിഷമിച്ചിൽ മാറിയിരിക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് 100% ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള 90 ദിവസം ഈ ഒരു ആക്ടിവിറ്റി നിർത്താതെ നിങ്ങളുടെ ഒരു 10ഓ 20ഓ പേരോട് ദിവസവും ഈ ഒരു പ്രസൻറ്റേഷൻ, ഈ ഒരു പ്ലാനിലേക്ക് ആൾക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കണം. 2 മണിക്കായിക്കോട്ടെ. ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് 2 മണിക്കും 5 മണിക്കും 7 മണിക്കും 9 മണിക്കൊക്കെ പ്രസൻറ്റേഷൻ വെക്കുന്ന വെച്ചാൽ, നിങ്ങൾ കാണുന്ന വ്യക്തിക്ക് ചിലപ്പോൾ 2 മണിക്ക് സമയം ഉണ്ടാവില്ല, 5 മണിക്ക് പ്ലാൻ ഉണ്ട്, 7 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്. ഈ സമയത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും സമയങ്ങളിൽ ഇത്രയും ലീഡേഴ്സ് നിങ്ങൾക്ക് എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ടാവും. ഇന്ന് നമ്മുടെ ടീമിലെ പല ലീഡേഴ്സും മിസ്സിംഗ് ആയിപ്പോയി. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയ പ്രസൻറ്റേഷനാണ്. എനിക്ക് ആക്ച്വലി ഇന്ന് സംസാരിക്കാൻ പോയി എൻ്റെ നെഞ്ചി വരെ വേണ്ടൊക്കെ സംസാരിച്ചത്. ഞാൻ ഇന്ന് ഇത്രയും എനർജറ്റിക്ക് സംസാരിക്കാൻ പറ്റും. അത്രക്കോളം ഇന്ന് ആൾക്കാർ ഞാൻ പ്ലാൻ കൊടുത്തു. വാട്സാപ്പിലൂടെ രാവിലെ 4 മണിക്ക് തുടങ്ങിയ വോയിസ് മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് പല ആൾക്കാർക്ക് പറയാൻ പറ്റും. 4 മണിക്ക് തുടങ്ങിയ വോയിസ് മെസ്സേജ് അയക്കലാണ്. ആ 4 മണി തുടങ്ങി ഇത്രയും വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ തൊണ്ട വേണ്ടക്കുന്നത് നെഞ്ച് വേണ്ടൊക്കെയാണ്. പക്ഷേ ഈ ഒരു സെഷൻ കൂടെ കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. ഇനി രാത്രി വരെ സംസാരിക്കാണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്ട്രെസ് ചെയ്യുക, കുറച്ച് സ്ട്രെയിൻ എടുക്കുക, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തൂടെ? നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് നമ്മൾ എത്രത്തോളം സ്ട്രെസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം വർക്ക് നമുക്ക് കൂടുതൽ തരാറുണ്ട്. നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അവർ പറഞ്ഞ് ചെയ്യാറുണ്ട്. ഓവർ ടൈം തന്നാൽ നമ്മൾ കൂടുതൽ സമയം നിൽക്കേണ്ടി വന്ന് നിൽക്കാറുണ്ടല്ലേ. അതൊക്കെ നമ്മൾ വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. ആ ജോലി നഷ്ടപ്പെടുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾ അവിടെ അവർ പറഞ്ഞ് കേൾക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ബോസ് ഇല്ല, നിങ്ങളെ ഭരിക്കാൻ ആരും വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് പ്രയോറിറ്റി കൊടുക്കാത്തത്. ഇപ്പം നാളെ കേരളത്തിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ലീഡേഴ്സ് മീറ്റിംഗ് ആണ്. അത് ഞാൻ ഒരുവിധം എല്ലാ ആൾക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി. അത് എനിക്ക് വേണ്ടിയിട്ടല്ല. ആ പ്രോഗ്രാം പങ്കെടുത്താൽ എനിക്കെല്ലാ ഗുണമുണ്ടാവും, നിങ്ങൾക്കാണ് ഗുണമുണ്ടാവും. ആ പ്രോഗ്രാം പങ്കെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം 1 ലക്ഷം രൂപ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കുന്ന ട്രെയിനിങ് ആയിരുന്നു അത്. പക്ഷേ ഞാൻ ഒരുവിധം എല്ലാ ആൾക്കാരും റിക്വസ്റ്റ് ചെയ്തു. ആ ഒരു 10 പേര് പോലും അവിടെ എത്തുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒന്നിക്ക് അവിടെ പോകുമ്പോൾ ഒരു 1000 രൂപ ചിലവാകും, അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ വേസ്റ്റായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നൊരു ദിവസമാണ് നാളത്തെ ഫംഗ്ഷൻ. കാരണം അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ്, അവിടെ വരുന്ന സാറ് 75 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്ന സാറാണ്. അദ്ദേഹം അവിടെ ആർക്ക് വേണ്ടി വരുന്നത്? അദ്ദേഹത്തിന് വേണ്ടിയാണ് വരുന്നത്. അവിടെ വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. ഹൈദരാബാദിലെ ആൾക്കാർ 22 ലക്ഷം രൂപയും 30 ലക്ഷം 50 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന അതേ ട്രെയിനിങ് കേരളത്തിലുള്ള ആൾക്കാർക്ക് തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വെസ്റ്റേജ് ബിസിനസ് അധികം ആൾക്കാർ ചെയ്യുന്നില്ല. ഈ കാണുന്ന ആൾക്കാർ കംപ്ലീറ്റ് നമുക്ക് വെസ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് അദ്ദേഹം തരാൻ പോകുന്ന ആളവിടെ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇനി അവിടെ പോകാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ആൾക്കാരൊക്കെ ട്രെയിനിൽ കയറി കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്ന് ആൾക്കാർ ട്രെയിൻ കയറി വന്നിട്ടുണ്ട്. അതിനടുത്തുള്ള തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലയിലുള്ള ആൾക്കാർ, പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർ, അവിടെ പാലക്കാട് ജില്ലയിലെ ആൾക്കാർ പോകാൻ സാധിക്കുവാണെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്ത് ആ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. 1000 രൂപ അവിടുത്തെ ടിക്കറ്റാണ്. അത് 1000 രൂപ നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടമായി എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ തരാം.
അവിടെ തന്നെ തരും. അവിടെ തന്നെ ഭരതേട്ടൻ തരാൻ തയ്യാറാണ്, ജ്യോതിഷ് സാർ തരാൻ റെഡിയാണ്, മനോജ് സാർ തരാൻ റെഡിയാണ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം കണ്ടിട്ട് 1000 രൂപ നഷ്ടമായി, അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടമായി എന്നൊരു ഫീലിംഗ് വരുവാണെങ്കിൽ അത് ഓപ്പണായി പറയാം, എനിക്ക് ഈ പ്രോഗ്രാം വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഗുണമില്ലാത്ത പ്രോഗ്രാം, എൻ്റെ 1000 രൂപ നഷ്ടമായി എന്ന് പറഞ്ഞാൽ മതി. 1000 രൂപ തിരിച്ചു തരാൻ റെഡിയാണ് അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ആർക്കെങ്കിലും ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ബിസിനസ് അവിടെ ഗ്രോ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ടീം അവിടെ ഗ്രോ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ വരുമാനം ലക്ഷങ്ങളിൽ കിടക്കുന്നുണ്ടാവും. ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ, ഒരു ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്യാതെ, ഒരു മീറ്റിംഗും അറ്റൻഡ് ചെയ്യാതെ, ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിക്കാതെ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ നിന്ന് മാറി ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കുക. ബിസിനസ് മൈൻഡിലേക്ക് വന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഇനി അഥവാ നിങ്ങൾ അടുത്തൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ കസ്റ്റമർ, ഒരു 5-10 ലോയൽ കസ്റ്റമർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവർ നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവരൊരു കസ്റ്റമറാക്കി കൂടെ നിർത്താൻ ശ്രമിക്കുക. അവർക്കൊരു ഐഡിയ എടുത്തുകൊണ്ട് കസ്റ്റമറാക്കി നിൽക്കാൻ ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ അവർക്ക് സാധനം വാങ്ങി സെയിൽ ചെയ്യലല്ല, ലോയൽ കസ്റ്റമർ ആക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ സാധനം വാങ്ങിച്ച് കൊണ്ടുകൊടുക്കാനല്ല പറഞ്ഞ്, അവർക്കൊരു ഐഡിയ എടുത്തുകൊണ്ട്, നിങ്ങൾ ബിസിനസ് ഒന്നും ചെയ്യേണ്ട, ഈ ഐഡിയ എടുത്തുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും, ഈ സാധനം വാങ്ങിക്കുമ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. പിറ്റേ ദിവസം 10-ാം തീയതി ആകുമ്പോൾ വരെ അതിനകത്തൊരു വൗച്ചർ വന്നിട്ടുണ്ടാവും. നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ ആ വൗച്ചർ കുറച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അത്രയും പൈസ കുറച്ച് കിട്ടും. ഈ ഒരു സന്തോഷം അവരിലേക്ക് വരുന്നുണ്ട്. ഇത്രയും മനോഹരമായ പ്രൊഡക്റ്റ്, ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു, ക്യാഷ് ബാക്ക് കിട്ടുന്നു, അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നാളെ വേറെ ആളുടെ ഇത് പറയുന്നുണ്ടാവും. ആ കസ്റ്റമറുടെ തന്നെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക്. അപ്പോൾ ഇത് രണ്ടിലൂടെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് പറയാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഫ്രണ്ട്സിനോട് പറയാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾക്ക് ഇത് ഒരു കാരണവശാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരു മടിയും കാണിക്കണ്ട. അത് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, എനർജി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബിസിനസ് പറയാൻ നിങ്ങൾ മടിക്കുന്നത്. കാരണം നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അവർക്കറിയാം നിങ്ങളെ കൂടെ അസോസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ലാഭം കിട്ടും, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും വരുമാനം കിട്ടുന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടാണ്. അവർക്ക് കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്, അവർക്ക് ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളിൽ ആദ്യം ഇതിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളോട് ആൾക്ക് ചോദിക്കുമ്പോൾ നിനക്കെന്താ ഇതിനകത്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ തീർന്നു. ശരിയല്ലേ? നിങ്ങളോട് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം എന്താ, നീ ബിസിനസ് തുടങ്ങി കുറേ ആയാലോ, എന്താ കിട്ടിയേ? അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ചോദ്യം ചെയ്യും, എന്താ എനിക്ക് കിട്ടിയത്? ഞാൻ 3 മാസമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? 3 മാസമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അയാൾ പറഞ്ഞിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, എൻ്റെ പേര് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ അവിടെ ഇല്ല. ഞാൻ അവിടെ വാർത്തയും വെച്ച്, ടി വിയിൽ വാർത്തയും വെച്ച് നല്ല സൗണ്ടിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കാം, പേര് ഷാജി സാറ് കാണുന്നുണ്ടല്ലോ, ഞാനിവിടെ എന്താ കാണുന്നത് അദ്ദേഹത്തിന് അറിയില്ല. അവിടെ നല്ല വോളിയത്തിൽ ചാനൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയും. നിങ്ങളിരിക്കുന്ന 1 മണിക്കൂർ നിങ്ങൾ ഈ ബിസിനസ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കി ഇരുന്ന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അറ്റൻഷനായിട്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പറ്റുമെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അറ്റൻഡ് ചെയ്താണെങ്കിൽ നിങ്ങൾ ബിസിനസ്സുള്ള ആളാണ്. അല്ല ഒരു ലുങ്കി ഇട്ടുകൊണ്ട് കിടന്നുകൊണ്ട്, ഷർട്ടിടാതെ കിടന്നുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളൊരു ബിസിനസ് മൈൻഡുള്ള ആളാണെങ്കിൽ പറ്റുവാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ഓണാക്കി അങ്ങ് ഇരിക്കുക 1 മണിക്കൂർ. ഇതെൻ്റെ ബിസിനസ് ടൈമാണ്, എൻ്റെ ജോലി ചെയ്യുന്ന സമയമാണിത്. ആ രീതിയിലിരിക്കുക. ഞാനും കോട്ടിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ, താഴെ ചിലപ്പോൾ ലുങ്കി ആയിരിക്കും, ചിലപ്പോൾ ബർമുഡ ആയിരിക്കും, പക്ഷേ ഇത് ഒരു ബിസിനസ് മൈൻഡിലാണ് ഞാൻ ഇരിക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഇതിനെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ഒരു ഓൺട്രപ്രണറായി മാറാൻ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ലീഡറായി മാറാൻ പോകുന്ന വ്യക്തികളാണിത്. അപ്പോൾ ആ ഒരു കാണുന്ന ഭാഗമെങ്കിലും നമ്മളൊരു പോസിറ്റീവായിട്ട് എക്സിക്യൂട്ടീവായി നിൽക്കാൻ ശ്രമിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കാണണം. അല്ലെങ്കിൽ കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ ചോറ് കഴിച്ചുകൊണ്ട്, മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ടൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അത്രത്തോളം ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. എപ്പോഴും നിങ്ങളോട് എന്താ പറഞ്ഞാൽ ഒരു നല്ലൊരു ബിസിനസ് മൈൻഡ് കൂടി ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് 78 പേരും 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ലെവലിൽ ഇരിക്കുക. നിങ്ങൾക്കൊരു നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലുങ്കിട്ടിട്ട് പോവില്ലല്ലോ. നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ഇട്ടിട്ട് പോലും, ഇനി ഡ്രസ്സ് നിങ്ങൾ നല്ല ഷർട്ടും പാൻറ്റും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കടം വാങ്ങിച്ചില്ലെങ്കിൽ നല്ലൊരു ഷർട്ടും പാൻറ്റും വാങ്ങിച്ചിട്ട് ആ പ്രോഗ്രാമിന് പോകുന്നുണ്ടോ, അല്ല ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടോ? ശരിയല്ലേ? നല്ല ഷർട്ട് ഇല്ലെങ്കിൽ മോശം ഷർട്ട് ഇട്ടാണ് പോവുക. ഒരു നല്ല ഷർട്ടും പാൻറ്റും നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വാങ്ങിക്കുന്നുണ്ടോ? ഇത് ഒരു ഷർട്ടും പാൻറ്റും മതി, പാൻറ്റും വേണ്ട, ഷർട്ട് മാത്രം മതി നമുക്ക് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ മീറ്റിംഗ് നമുക്ക് ഒരു പാൻറ്റും വേണം. വെസ്റ്റേജിലാണെങ്കിൽ പേടിക്കുന്ന വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും മതി. ആ ഒരൊറ്റ വെള്ള ഷർട്ടും എപ്പോൾ ഒന്നെന്നെ മതി, എപ്പോൾ അതിനിട്ടാൽ മതി. കാരണം യൂണിഫോമാണ്, ഒരു ടെൻഷനും ഇല്ല ഫിസിക്കൽ മീറ്റിന് പോകുമ്പോൾ.
അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ നിങ്ങൾ പോകണം. നിങ്ങളെ കാണുന്ന വ്യക്തികൾ മനസ്സിലാവും ഇയാളെ സീരിയസ് എന്ന് തോന്നണം. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ബിജിമോൾ വീഡിയോ ഓണാക്കി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിജിമോൾ ഇത്രയും പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ബിജിമോൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർ നാളെ വീഡിയോ ഓണാക്കി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അല്ല, ശരിയല്ലേ? ഇതിൽ നിങ്ങൾ പല ആൾക്കാർ വീഡിയോ ഓഫ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ഉണ്ടെങ്കിൽ അവരവിടെ ഉണ്ടോ എന്ന് അവർക്കും അറിയില്ല. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി അതേ ലെവലുണ്ടാവും. അവർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇതിലൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഒരു നോളജ് അവർക്ക് ഉണ്ടാവില്ല. ഇത് ആ ആദ്യം കേട്ട ഫസ്റ്റിലത്തെ മോട്ടിവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാ കമ്പനിയും പോലെ തന്നെ ആ ചിന്ത മാത്രമേ ഉണ്ടാവും. എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല, ഞാനും വെസ്റ്റേജിൽ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയാറുണ്ടോ വെസ്റ്റേജ് ജോയിൻ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നല്ലേ? ഒരാളും പറയില്ല. കാരണം വെസ്റ്റേജിൽ നിന്ന് നിങ്ങളൊരു 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് 10ാം തീയതി ഇൻകം കമ്പനി തരും. കിട്ടിയില്ല എന്ന് ആരെങ്കിലും പറയുമോ? 1000 രൂപക്ക് സാധനം വാങ്ങിച്ചാൽ ഒരു 33 രൂപയെങ്കിലും കമ്പനി നമുക്ക് തരും. അപ്പോൾ ഒന്നും കിട്ടില്ല എന്ന് ആരെങ്കിലും പറയുമോ? ഒരു ചായ ഒരു പഴംപൊരിയും കഴിക്കാം, ഇല്ലേ? 1000 രൂപക്ക് സാധനം വാങ്ങിച്ചാൽ ആ പൈസ നമുക്ക് കിട്ടും. ഒന്നും കിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ID നമ്പറും പാസ്വേഡും വാങ്ങിച്ച് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവരുടെ ബോണസ് ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബിസിനസ് മൈൻഡോട് കൂടി ഇനി അങ്ങോട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും 9 മണി ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ പോലും 8:30 ആകുമ്പോൾ ആ കല്യാണം വീട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഇത് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം 10 ലക്ഷം എത്താൻ പറ്റും. നിങ്ങളെ കല്യാണം വീട്ടിൽ നിന്ന് പറയണം 9 മണിക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് 8:30 പോവാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് എന്തോ ചെയ്യാമെന്നുള്ളത്. അല്ല, നിങ്ങൾ ഈ വെസ്റ്റേജ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അടുത്ത വീട്ടിലെ കല്യാണത്തിന് അവിടെ നിന്ന് ഭക്ഷണവും വിളമ്പി അവിടെ എല്ലാ പാത്രവും കഴുകി എല്ലാ കാര്യം കഴിഞ്ഞ് രാത്രി ഉറങ്ങേണ്ട സമയം വരുന്ന മീറ്റിംഗ് നടന്നിട്ടുണ്ടാവും. പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ്, സാറേ അടുത്ത വീട്ടിൽ കല്യാണമായിരുന്നു, കയറാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്താ പറയുക? ഓക്കെ. അല്ലാതെ ചീത്ത പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല, അടുത്ത ആഴ്ച ഉണ്ട്. അല്ല, ഞാൻ പറയും എനിക്ക് വിഷമം, ഞാൻ റെക്കോർഡുണ്ട്, ഞാൻ അയച്ചാൽ ഞാൻ ആ റെക്കോർഡ് അയച്ചു കൊടുക്കും. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലായിക്കൂടെ വെച്ച് റെക്കോർഡ് അയച്ചു കൊടുക്കും ഞാൻ. ശരിയല്ലേ? ഈ റെക്കോർഡ് അയച്ചു കൊടുക്കും. നിങ്ങൾ എന്താ ചിന്തിക്കുക? ഷാജി സാർ റെക്കോർഡ് അയച്ചു തരും, അപ്പോൾ നമുക്ക് ഇന്ന് കല്യാണത്തിന് പോവാം, സിനിമക്ക് പോവാം, എല്ലാ സ്ഥലത്തും പോവാം, അയാൾ റെക്കോർഡ് അയച്ചു തരും. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഞങ്ങളിവിടെ ഒരു കല്യാണത്തിനും പോവാതെ ഒരു ഹോസ്പിറ്റലിലും പോവാതെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ബിസിനസ്സാണ്. നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കാണുന്ന ആൾക്കാർക്ക് തോന്നണം. 9 മണിയിലെ മീറ്റിങ്ങിന് അദ്ദേഹം അറ്റൻഡ് ചെയ്യാണ്, 2 മണിയിലെ മീറ്റിങ്ങിൽ അദ്ദേഹം പുതിയ വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 5 മണിയിലെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഭീമ മാഡം കുഞ്ഞിന് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഒരാഴ്ച വെച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വെച്ച് ഭീമ മാഡം ഉണ്ടാകാൻ വെച്ചു. 2 മണിക്ക് ഓടി വന്നിട്ട് പ്രസൻറ്റേഷൻ ചെയ്തു. ഞാൻ അടുത്തോളം സാറേ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ ഹോസ്പിറ്റലായിരുന്നു, എത്തില്ല, ഒരു 6 മണിക്കൂർ ലേറ്റ് ആവും സാറേ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പ്രസൻറ്റേഷൻ ചെയ്യിപ്പിക്കായിരുന്നു. ഓടി വന്നിട്ട് ആ പ്രസൻറ്റേഷൻ ചെയ്തു. അത് കമ്മിറ്റ്മെൻറ്റാണ്. കാരണം അവർക്ക് ഈ ബിസിനസ്സിൽ അറിയാം ഇതിൽ 5 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതും 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുള്ള അവർക്ക് 100% വിശ്വാസം വന്നുകൊണ്ടാണ്. അത് നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ആദ്യം വന്ന സമയത്ത് ID എടുത്ത സമയത്ത് ID കട്ടാവാതിരിക്കാൻ വേണ്ടി അപ്ലൈയും പറഞ്ഞപ്പോൾ ID കട്ടാവേണ്ടതെന്ന് വെച്ചാൽ ഒരു സോപ്പും വേസ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരാണ്. വരുമാനം വന്നിട്ടില്ല. ഒരു സോപ്പും വേസ്റ്റ് വാങ്ങിച്ചാൽ എന്താ കിട്ടുക? 2-3 രൂപ കിട്ടും. അത് കമ്പനിക്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല, അക്കൗണ്ടിൽ അയക്കാൻ പറ്റില്ല, വൗച്ചറാക്കാൻ പറ്റില്ല. അപ്പോൾ ദയവായി സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് മൈൻഡ് സെറ്റിലോട്ട് വരിക. ബിസിനസ് മൈൻഡ് സെറ്റിൽ വരണമെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടു അല്ലേ? 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് മൈൻഡ് സെറ്റിൽ വരുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതായിട്ടുള്ള മൈൻഡ് സെറ്റ് കൊടുക്കുക. എന്നുവെച്ചാൽ ഒരു 1000, 2000, 3000, 4000, 5000 സാധനങ്ങൾ വാങ്ങിക്കുക. ഒരു 5000 രൂപക്ക് വാങ്ങിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. പേസ്റ്റ് 2 എക്സ്ട്രാ വാങ്ങിച്ചാൽ നഷ്ടപ്പെടുമോ? ടോയ്ലറ്റിന് 2 വാങ്ങിച്ചാൽ നഷ്ടപ്പെടുമോ? അത് കേടാവുന്ന സാധനമാണല്ലോ. ഒരു 5000 രൂപക്കോ അല്ലെങ്കിൽ 3000 രൂപക്കോ സാധനം വാങ്ങിക്കുക. അപ്പോൾ സാറ് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളല്ലേ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞേ, പിന്നെ ഇപ്പം എന്താ അങ്ങനെ പറയാമെന്ന്? കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ബിസിനസ് മൈൻഡ് സെറ്റിലാണോ കേട്ടോ. ബിസിനസ് ചെയ്യാനും 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടെ ഞാൻ പറഞ്ഞിട്ടോ. അല്ലാതെ എനിക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് 1000 രൂപ വരുമാനം മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല ഞാൻ പറയുന്നത്. 10 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾക്ക് ബിസിനസ് മൈൻഡിലേക്ക് വരാൻ നിങ്ങളൊരു 5000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5000 രൂപ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഹൈ റിസ്കിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്? അതിനകത്ത് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ പൈസ തിരിച്ചു പിടിക്കണ്ടേ? ആ പൈസ തിരിച്ചു പിടിക്കണമെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ 2 ആളെ പൈസ വാങ്ങിച്ചാലെങ്കിൽ കിട്ടുള്ളൂ ഒരു 1000 രൂപ. അങ്ങനെ ഒരു 10-200 പേരുടെ പൈസ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇട്ട പൈസ കിട്ടുള്ളൂ. ഇന്ന് ഹൈ റിച്ച് നിർത്തിയാൽ എന്താ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഇട്ട പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആൾക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അല്ലേ? മണി എക്സ്ചേഞ്ചിൽ ചെയ്യുമ്പോൾ പ്രശ്നം ആരുടെയെങ്കിലും കണ്ണീരിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടും കുറച്ച് കാലം, നിങ്ങൾ ഇട്ട പൈസ നഷ്ടപ്പെട്ടെന്ന് വരില്ല.
കുറേ കഴിയുമ്പോൾ അവസാനമുള്ള കുറേ ആൾക്കാരുടെ പൈസ നഷ്ടപ്പെടും, പാവത്തുങ്ങളുടെ പൈസ നഷ്ടപ്പെടും. ഇവിടെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ വരില്ല. 5000 രൂപക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർക്കാം. 2 വർഷത്തെ എക്സ്പയറിയുള്ള പ്രൊഡക്റ്റാണ്. ടോയ്ലറ്റ് ക്ലീനർ ഒരിക്കലും നഷ്ടപ്പെടില്ല, മോശമാവില്ല, സോപ്പ് നഷ്ടമാവില്ല, പേസ്റ്റ് നഷ്ടമാവില്ല. ഇതൊരു 5000 രൂപക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാനും ബാക്കിയുള്ള 1000 രൂപയുടെ പ്രൊഡക്റ്റിന് ഒരു 5-6 കസ്റ്റമറെ കണ്ടെത്താനുള്ള സമയം 30 ദിവസം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ ശ്രമിച്ചൂടെ? ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലാക്കാട്ടോ. ബിസിനസ് മൈൻഡ് സെറ്റിലുള്ള ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ 99 രൂപ വാങ്ങിക്കാനുള്ള ആൾക്കാരോട്, അല്ല 500 രൂപ വാങ്ങിക്കാനുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വരുമാനം 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തൂടെ? നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ബിജിമോൾ ബിസിനസ് ചെയ്യുന്ന സ്വന്തമായിട്ട് കടയുള്ള ആൾക്കാരാണ്. ഇതിൽ പല ആൾക്കാരും ബിസിനസ് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞുകൊണ്ട് എനിക്കറിയട്ടോ, അതാണ് പേര് വിളിക്കുന്നത്. വീഡിയോ ഓണാക്കിക്കൊണ്ട് അതാണ് പേര് വിളിക്കുന്നത്. വീഡിയോ ഓണാക്കി നിങ്ങൾ പേര് വിളിക്കുന്നുണ്ടാവും. ഇതിൽ പല ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, സ്വന്തമായിട്ട് കടയുള്ള ആൾക്കാരാണ്, സ്വന്തമായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സുകുമാരൻ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഒരു വണ്ടി വാങ്ങിച്ചിട്ടാണ് ഡെയിലി രാവിലെ എഴുന്നേറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്ക്. അതിൽ കിട്ടുന്ന ഓട്ടം കിട്ടുന്ന ആ ഇത് അവർക്ക് കിട്ടുന്നുണ്ടോ അല്ലേ? നിങ്ങളിതിനെ ഒരു ബിസിനസ് മൈൻഡ് തന്നെ കാണാം. ഒരു 3000 രൂപക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു 5000 രൂപ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഏറ്റെടുക്കുക. അത് നിങ്ങൾക്ക് കസ്റ്റമർ കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് തീർത്തൂടെ? ആ ഒരു മൈൻഡ് സെറ്റിൽ വരാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ല 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം സെയിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങളോടൊപ്പം വരുന്ന ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അങ്ങനെ പോകുന്നുണ്ടാവും. ഇനി അഥവാ നിങ്ങളൊരു സോപ്പ് ഒരു പേസ്റ്റ് വാങ്ങിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾ നിങ്ങൾ സമാധാനിക്കാൻ പറയും, ഞാനൊരു പേസ്റ്റും സോപ്പും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. 50 രൂപക്ക് സോപ്പും 67 പേസ്റ്റും 130 രൂപയ്ക്ക് പൊറോട്ട പോലും കിട്ടില്ല. ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്. എത്ര കൊല്ലം ഇരിക്കുന്നറിയുങ്ങൾ? ആ മൈൻഡ് സെറ്റ് വേണോ? ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന മൈൻഡ് സെറ്റ് വേണം. ഇനി അഥവാ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണ്? സാധനം വയ്ക്കുമ്പോൾ ലേഡീസാണ് എൻ്റെ ടീമിൽ ഏറ്റവും കൂടുതൽ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചസ്. ലേഡീസാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ടീമിലുള്ളത്. എന്നോട് എൻ്റെ ടോപ്പിൽ അപ്ലയൻസ് ലീഡേഴ്സ് പറയും, ജെൻസിനെ ഫോക്കസ് ചെയ്താൽ അവർക്ക് എല്ലാ സ്ഥലത്തും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, എല്ലാ സ്ഥലത്തും പോകാൻ സാധിക്കും, അവർക്കാരും പേടിക്കേണ്ട, ലേഡീസിനാകുമ്പോൾ പെർമിഷൻ വേണമെന്ന് പറയും. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ലേഡീസിനാകുമ്പോൾ സമയം ഉണ്ടാവും, ജെൻസിനാകുമ്പം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയുള്ളൂ. ലേഡീസ് ആകുമ്പോൾ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യും, അടുക്കള പണിയും ചെയ്യും, ആ സമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന ആൾക്കാർ ലേഡീസ്. അവർക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കും. ശരിയല്ലേ? ഭീമാ മാഡം ഈ വരുമാനം വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്, അടുക്കള പണി ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഉമ്മയും ഉപ്പയും നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? ഈ ബിസിനസ് വന്നുകൊണ്ട് ഹസ്ബൻഡിന് ചായ കൊടുക്കാണ്ടിരിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കുന്നുണ്ടോ? മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ള ലേഡീസ് എല്ലാവരും. ആ കഴിവ് നിങ്ങളിവിടെ കാണിക്കണം. നിങ്ങൾ അടുക്കള പണി ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം, കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഈ ബിസിനസ് ചെയ്യണം. ഇതൊന്നും നോക്കാതെയല്ല, ഇതെല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് 24 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ശ്രീദാസ് സാറിൻ്റെ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അല്ലേ? 12:45 നിങ്ങൾ ഒരു കറിയും ചോറും ആക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് അറിയപ്പെടാതെ 4-5 പേര് വീട്ടിൽ കയറി വരുവാണ് അല്ലേ? നിങ്ങൾ ലേഡീസാണ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവുക, ഹസ്ബൻഡ് നേരെ വിളിക്കും, ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കും. വെറുതെ തമാശയ്ക്ക് ചോദിക്കുന്നതായിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നുള്ളത്. അവർ ചിലപ്പോൾ വിശന്നിരിക്കൊണ്ട് ഓക്കെയും പറഞ്ഞിരിക്കുന്നുണ്ടാവും. അടുക്കളയിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ല, ശരിയല്ലേ? പക്ഷെ ആ സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഏതൊരു ലേഡീസും ഒരു 2-3 ഒരു തോരനും ഒരു ചമ്മന്തി ഒരു മോരൊക്കെ കലക്കി പിടിച്ച് ഒരു 5-6 കറിയാക്കി മാറ്റിയിട്ടുണ്ടാവും വിത്തിൻ 30 മിനിറ്റിനുള്ളിൽ. ശരിയല്ലേ? ഒരു പപ്പടവും കാഴ്ച ഉണക്കം വറുത്തിരിച്ചിട്ട് ആ ഒരു വിഭവ സദ്യയാക്കി മാറ്റിയിട്ടുണ്ടാവും. ശരിയാണോ അല്ലയോ? അത് ആർക്കാ പറ്റും? ലേഡീസിനെ പറ്റും, ജെൻസിന് പറ്റൂല. ജെൻസ് എന്താ ചെയ്യുക? ഒരു കോൾ എടുത്ത് നേരെ അടുത്ത ഹോട്ടലിലേക്ക് വിളിച്ച് പറയും. ഇത് കഴിവുള്ള ആളാണ് നമ്മുടെ ടീമിലെ ലേഡീസൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞ് എൻ്റെ കൂടെ ഇരിക്കുന്ന ലേഡീസൊക്കെ കുഴപ്പമില്ല, 90% ലേഡീസ് നമ്മുടെ ടീമിലുള്ളെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു. വേണോ? നിങ്ങൾ റെഡിയാണോ? തണുപ്പാണ്, ഒരു 6 മണിക്ക് മുന്നേ എഴുന്നേറ്റൂടെ? ശരിയല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ, കാസർഗോഡുള്ള വ്യക്തിക്ക് ജോലി എറണാകുളത്താണ് അല്ലെങ്കിൽ കണ്ണൂരാണ്, അവർ രാവിലത്തെ ട്രെയിൻ 6 മണിക്കാണ് ട്രെയിനിങ് അല്ലെങ്കിൽ 4 മണിക്കാണ് ട്രെയിനിങ്, ആ ട്രെയിൻ വന്നിട്ട് കണ്ണൂർ വന്ന് ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരില്ലേ? അവർ പട്ടിണി ഇറങ്ങിച്ചാണ് വരുന്നത്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാണ്ടാണ് ജോലിക്ക് വരുന്നത്. അവർ ഒരു 2 മണിക്കൂർ മുന്നേ എഴുന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി, ചിലപ്പോൾ 10 മണിക്ക് ജോലിക്ക് പോകുന്ന ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോകുന്ന ലേഡീസ് ഉണ്ടാവും. ശരിയല്ലേ? സമയം കണ്ടെത്തും അവർ. 24 മണിക്കൂർ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇത് ചെയ്തൂടെ? കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, ചോറും കറി ഉണ്ടാക്കി വെക്കുക, കുട്ടികൾക്ക് എല്ലാ കാര്യം ചെയ്തു വെക്കുക. ഒരു 4 മണിക്കൂർ ഇരിക്കുക വെസ്റ്റേജ് ബിസിനസ് ചെയ്യാൻ വേണ്ടി. ഒരു ബുക്കും പേപ്പറുമായിട്ട് ഇരിക്കുക, 10 പേരുടെ പേരെഴുതുക, 10 പേരെ ഇൻവൈറ്റ് ചെയ്യുക, 10 പേരെ സോഷ്യൽ മീഡിയ വഴി ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾ അയൽവക്കത്തുള്ള കുറച്ച് പേരെ കാണാൻ ശ്രമിക്കുക, ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച ശേഷം. അവരുടെ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക. സ്ഥിരമായിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ
മലയാളം ബുക്കിൽ പഠിക്കുന്ന പോലെ എസ്സേ പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വരും ഓട്ടോമാറ്റിക്കലി. ശരിയല്ലേ? സ്ഥിരമായിട്ട് യേശുദാസിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ ഇരുന്നാലും ആ പാട്ട് പാടിപ്പോലേ? ഇല്ലേ? അറിയാണ്ട് പാടിപ്പോവും. സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന കാര്യം, ഭീമ പറയുന്ന, സുഷിത പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ പറയാൻ പറ്റും. അടുക്കള പണിയെടുക്കുമ്പോൾ പ്രസൻറ്റേഷൻ ചെയ്താൽ മതി, പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റും. നിങ്ങളിത് പഠിക്കാനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മൈൻഡിൽ ഇത് കയറി വരുന്നുണ്ടോ? ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കയറി വരും. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന് നിങ്ങൾ ബിസിനസ് മൈൻഡ് സെറ്റ് കാണുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു ടൂൾസ് വാങ്ങിക്കുക. ഒരു 500 രൂപ കൊടുത്ത് 480 രൂപ കൊടുത്ത സ്റ്റാർട്ടർ പാക്ക് കിട്ടും. ആ പാക്കറ്റിൻ്റെ അകത്ത് ഈ വെസ്റ്റേജിനെ കുറിച്ചുള്ള പ്രൊഡക്റ്റിൻ്റെ ബുക്ക് ഉണ്ടാവും, എല്ലാ സാധനവും അതിനകത്തുണ്ടാവും. നിങ്ങൾ കയ്യിൽ സ്റ്റാർട്ടർ പാക്ക് വെക്കുക. ആ സ്റ്റാർട്ടർ പാക്കിൽ വെസ്റ്റിനെ കുറിച്ച് എല്ലാം ഉണ്ടാവും. നിങ്ങൾ നിരന്തരം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കമ്പനിയെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാളെ കാണാൻ നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ മൈൻഡിലുണ്ടാവണം, അദ്ദേഹം ബിസിനസ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ആ നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തി ഈ ബിസിനസ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയമല്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യും എന്ന് വിചാരിച്ച് അവിടെ പോവാം. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്യുക. അവർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വിഷമം വേണ്ട. പക്ഷേ നിങ്ങൾ 10 പേരോട് പറയുമ്പം നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കൂടും, നിങ്ങളുടെ എനർജി കൂടുന്നുണ്ടാവും. 11ാമത്തെ ആൾ നിങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ബാക്കോട്ട് പോകേണ്ട ആവശ്യമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആദ്യത്തെ വ്യക്തിയോട് പറയുമ്പോൾ തന്നെ അദ്ദേഹം നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തേക്കരുത്. പല ആൾക്കാരും പ്രശ്നം 2 ആൾ നെഗറ്റീവ് അടുപ്പിച്ച് കഴിഞ്ഞാൽ നിർത്തിപ്പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ലക്ഷ്യം എന്താണ്? 10 ലക്ഷം രൂപ മാസ വരുമാനം, മെർസിഡീസ് ബെൻസ് വാങ്ങിക്കുന്ന സ്വപ്നം കാണുക, ഇത്ര കോടി ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കുന്ന സ്വപ്നം, അത് എപ്പോഴും മൈൻഡിലുണ്ടാവണം. ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. മൈൻഡിൽ നിന്ന് ഒരിക്കലും ഡൗൺ ആവാതിരിക്കും. സോറി. ഇത് നിങ്ങൾ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇന്നത്തെ കുട്ടികളൊക്കെ എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പഠിക്കുന്നവർ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ കുട്ടികൾ അത്രയും വരുമാനം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടോ? എൻ്റെ ഒരു ഫാമിലി, എൻ്റെ വൈഫിൻ്റെ ഒരു ഫാമിലി ഒരാളെന്ന് പറഞ്ഞു, അവളുടെ മകനെല്ലാം പഠിപ്പ് കഴിഞ്ഞ് നിന്നിരിക്കുകയാണ്, ഒരു ജോലിയും കിട്ടുന്നില്ല. എന്നോട് എന്താ പറഞ്ഞാലും ഒരു ശമ്പളവും വേണ്ട, നീ ഇവനോട് കൊണ്ടുപോയാന്ന് പറഞ്ഞു. ഒരു ശമ്പളം കിട്ടിയില്ല പ്രശ്നമില്ല, ഇവനോട് കൊണ്ടുപോയാൽ മതി. ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് രാത്രി 12 മണിക്കാണ് വീട്ടിൽ കയറി വരുന്നത്. ബാക്കിയുള്ള സമയത്ത് മൊത്തം മൊബൈലിലാണ്, ഒരു പണിയെടുക്കുന്നില്ല. എല്ലാ പഠിപ്പും കഴിഞ്ഞ് ഒരു ജോലിയും കിട്ടിയില്ല. എങ്ങനെയെങ്കിലും ഇവന് ദുബായി കൊണ്ട് അവിടെ ഹോട്ടലിലോ എവിടെ കൊണ്ടിട്ടോ ഒരു വരുമാനം വേണ്ടെന്ന് പറഞ്ഞു. ആ പഠിപ്പിക്കുന്ന സമയത്ത് അവനെ സ്കൂളിൽ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛനമ്മ എന്തൊക്കെ ചിന്തിച്ചാലും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പം എന്താ അവസ്ഥ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അവനവിടെ വീട്ടിലിരുന്നോട്ടെ, എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് ചെയ്യാം. അത് പറ്റില്ല. ആദ്യം പറഞ്ഞ വാക്കെന്താന്ന്? ഹോട്ടലിൽ പോയി പണിയെടുത്താലും കുഴപ്പമില്ല, എന്ത് പണിയാലും കുഴപ്പമില്ല, ശമ്പളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതിലൂടെ 10 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നോ, അതെന്തോ മോശമായ ഒരു ബിസിനസ്സായി കാണും. ശരിയല്ലേ? അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് നല്ല കോൺഫിഡൻറ്റോട് എക്സൈറ്റ്മെൻറ്റോട് പറയാൻ സാധിക്കുവാണെങ്കിൽ, ഇതിൻ്റെ സാധ്യതകളും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ ഈ എനർജി ഒന്നും വേണ്ട, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90 ദിവസങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത മാസം 10-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാവും. ആ വരുമാനം കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഒരാളോട് ഈ ബിസിനസ് മാത്രം പറഞ്ഞ് നിർത്തി ആ വ്യക്തി നിനക്ക് എന്താ കിട്ടിയേക്കും പറയും, ഞാനിതാ ഫസ്റ്റ് നിന്നോടെ വന്ന് പറയാൻ പോകുന്നത്, എനിക്ക് ഇന്ന് തന്നെ വരുമാനം കിട്ടില്ലല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അടുത്ത മാസം എനിക്ക് 10-ാം തീയതി വരുമാനം കിട്ടുള്ളൂ, അന്നേരം എനിക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ പറയാം. ആ രീതിയിൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി എനർജറ്റിക്കോടി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമുക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളത് ചെയ്യേണ്ട ഈ കാര്യം ഞാൻ 90 ഡേയ്സ് മിഷൻ പറഞ്ഞത് ഇന്ന് ഒരു ദിവസത്തേക്കല്ല, ഇതെല്ലാ ദിവസവും ചെയ്യാം. 2 മണിൻ്റെ പ്ലാനിലേക്ക്, നാളത്തെ 2 മണിൻ്റെ പ്ലാനിലേക്ക് ഇതിലിരിക്കുന്ന 72 പേര് ഒരാളെ എത്തിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ടീം എവിടെ എത്തുന്ന ആലോചിച്ചല്ലോ. ഒരാൾ 72 പേരുടെ ഒരാൾ ഒന്ന് നോക്കി ആലോചിച്ച് നോക്കും നമ്മുടെ ടീം എവിടെ പോകുന്നത്. ഓഗസ്റ്റ് 15 SP ബരൽ സാറ് 1000 പ്ലാൻ ചലഞ്ചസ് തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ ഒരു ടീമിലും ഇല്ല ഇത്രയും പ്ലാൻ കാണിച്ചൊരു ടീം. ഇന്ത്യയിൽ ഒരു ടീമും എൻ്റെ ഓർഗനൈസേഷനിൽ 1089 ഐഡിയ എടുത്തിട്ടുണ്ട്. ഈ 1000 പ്ലാൻ ചലഞ്ചിന് ശേഷം 2700 ആൾക്കാർ പ്ലാൻ കാണിച്ചില്ല നമ്മൾ ഈ ഓഗസ്റ്റ് 15 ശേഷം. അതിൽ വന്ന ഒരാളാണ് ഓഗസ്റ്റ് 22 ജോയിൻ ചെയ്ത ആളാണ് റിയാസ് ഖാൻ. ഇന്ന് ഒരു ടീം അങ്ങനെ ചെയ്തില്ല. നമ്മൾ കുറച്ച് ആൾക്കാരുടെ കുറച്ച് ലീഡേഴ്സിൻ്റെ മാത്രം പ്ലാനാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ 72 പേര് തീരുമാനിക്കുകയാണ് നാളത്തെ 2 മണിൻ്റെ പ്ലാനിൽ എൻ്റെ ഒരാളെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കും. റെഡിയാണോ?
നാളത്തെ 2 മണിൻ്റെ പ്ലാനിൽ ഒരാളുണ്ടാവും, 5 മണിൻ്റെ പ്ലാനിൽ ഒരാളുണ്ടാവും, 7 മണിൻ്റെ പ്ലാനിൽ ഒരാളുണ്ടാവും. ഇനി അഥവാ 9 മണിക്ക് പ്ലാനുള്ള ദിവസം ഉണ്ടെങ്കിൽ അതിലും ഞാൻ ഒരാളെ കയറ്റുന്നുണ്ടാവും. 4 വ്യക്തികൾ നിങ്ങളുടെ പ്ലാൻ കേട്ടിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഒരാളോടല്ല പറയേണ്ടത്, ഒരു 10 പേരോടെങ്കിലും പറഞ്ഞാൽ ഒരാളെങ്കിലും നിങ്ങൾ ആൾക്കാരുടെ അടുത്തുണ്ടാവും. 30 ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 120 പേര് പ്ലാൻ കിട്ടുന്നുണ്ടാവും. ഒരു 6 പേരെ നമുക്ക് അതിനകത്ത് സീരിയസ് ആയി എടുക്കാൻ പറ്റൂലേ? 120 പേരെങ്കിലും പ്ലാൻ കേൾക്കുമ്പോൾ ഒരു 6 പേര് നിങ്ങളുടെ സീരിയസ് ആയ ബിസിനസ് കിട്ടുന്നുണ്ടാവും. ഇന്നിപ്പോൾ റിയാസ് ഖാൻ എന്ന വ്യക്തി ഈ ബിസിനസ് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ടൈം ഒന്നും മാച്ച് ആവില്ല. അദ്ദേഹത്തിന് രാവിലത്തെ CP അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. 3:30 അവിടുത്തെ പുലർച്ചയ്ക്ക് 3:30 CP ഉള്ളത്. അദ്ദേഹം CP അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഒരു സീരിയസ് ആയിട്ട് ഒരൊറ്റ ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമായി മാറി. സീരിയസ് ആയിട്ട് രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഫാമിലി, രണ്ടാമത്തെ ഓർഗനൈസേഷൻ വന്നപ്പോൾ അത്രയും വോളി എവിടെ വന്നു, മൂന്നാമത്തെ ഓർഗനൈസേഷൻ വന്നു. അദ്ദേഹം പോലും കുറച്ച് സമയം മാത്രം പാർട്ട് ടൈമായി ചെയ്തപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് ഈ മാസം വരുമാനം വാങ്ങിക്കാൻ 8,000 9,000 വരുമാനം വാങ്ങിക്കാൻ സാധ്യത ലെവലെത്തിയിട്ടുണ്ട്. 3 മാസമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിലുള്ള വ്യക്തി അടുത്ത മാസം അതേപോലെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുകയാണ്. ആ ഒരു ഓർഗനൈസേഷൻ ഈ 2025 ഡിസംബർ ആകുമ്പം അതിൽ ഒരു 2-3 വ്യക്തികളുടെ വരുമാനം 1 ലക്ഷം രൂപയാവുമെന്ന് 100% ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത്രയും സീരിയസ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ സമയം കണ്ടെത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഞാൻ കുറച്ച് സ്ട്രോങ് ആയി പറയുന്നുണ്ട് തോന്നില്ല, ഞാൻ കുറച്ച് ഹാർഡായി പറയുന്നില്ല. നമ്മൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കേട്ടോ. ആർക്കെങ്കിലും പുതുതായി വന്നിരിക്കുന്ന ആൾക്കാരൊന്നും വിഷമിക്കണ്ട കേട്ടോ. ആരും ഇന്ന് ജോയിൻ ചെയ്താൽ എൻ്റെ ദൈവം ഇത്രയും ഹാർഡായിട്ടൊക്കെ സംസാരിക്കുന്ന മീറ്റിംഗ് ആണോ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്നത് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു 100 പേരെ ക്രിയേഷൻ ചെയ്യണം. അതിലുള്ള 69 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. 82 പേര് ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 82 പേരും 2025 ഡിസംബർ വരെ കൂടെ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന 2 മണിക്കുള്ള 5 മണിക്കുള്ള 7 മണിക്കുള്ള 9 മണിക്കുള്ള പ്ലാൻ നിങ്ങൾ ആൾക്കാർ കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ, ആര് പ്ലാൻ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാൻ റെഡിയാണ്. ഇന്ന് എനിക്ക് ആക്ച്വലി ടീം മീറ്റിന് മുന്നേ വരെ എനിക്ക് മൊത്തം ബോഡി പെയിൻ ആയിട്ട് രാവിലോട്ട് ഇരുന്ന് സംസാരിച്ചത് കൊണ്ടും ഒരേ ചെയറിൽ ഇരുന്നത് കൊണ്ടും, അതുമാത്രമല്ല ദുബായിൽ നല്ല തണുപ്പ്, കൊടും തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബോഡിയൊക്കെ വീക്കാണ്. ഞാൻ ടീം മീറ്റിൽ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത്രയും ടയർഡായിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും ആ സൗണ്ടിലൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ബിസിനസ് ലക്ഷ്യം 10 ലക്ഷം രൂപ മാസ വരുമാനം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഉറപ്പുണ്ട്. അതിന് ഈ ഇരിക്കുന്ന 82 പേർക്കും ആ വരുമാനം വാങ്ങിച്ചേരാൻ സാധിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾ ഇതിലുണ്ടെങ്കിൽ നാളത്തെ 2 മണിൻ്റെ പ്ലാനിൽ ഈ എടുക്കുന്ന എല്ലാ ആൾക്കാരും ഒരാളെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കില്ല, നിങ്ങളുടെ ബന്ധക്കാരനായിരിക്കില്ല, നിങ്ങളുടെ അയൽവക്കക്കാരനായിരിക്കില്ല. സോഷ്യൽ മീഡിയ വഴിയോ എവിടെ നിന്നെങ്കിലും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ആ രീതിയിൽ ആ മൈൻഡ് സെറ്റ്, ബിസിനസ് മൈൻഡ് സെറ്റ് കാണാം. നിങ്ങൾ ഒരാളുടെ നെഗറ്റീവിൽ ബേക്കടിക്കാതിരിക്കുക, ഒരാൾ കളിയാക്കിയാലും നിരുത്സാഹപ്പെടുത്തിയാലും ബേക്കടിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡാണ് നെഗറ്റീവ് അടിക്കുന്നത് പറയാം, എനിക്കൊരു അവസരം തരൂ വിജയിക്കാൻ പറ്റും, എനിക്കിതിൽ വിജയിച്ച് കാണിച്ചു തരാൻ സാധിക്കും, എനിക്കൊരു അവസരം തരൂ, റിക്വസ്റ്റ് ചെയ്യൂ. ഏതൊരു ഭാര്യയായാലും ഹസ്ബൻഡിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സമ്മതിച്ചേക്കാം. പൈസ ഒന്നും തരണ്ട, ഒരു പൈസയും ഞാൻ കളയുന്നില്ല, എനിക്കൊരു അവസരം, കുറച്ച് സമയം ഇത് മനസ്സിലാക്കാൻ ഒരു അവസരം തരും. ഭീമ അങ്ങനെ പറഞ്ഞിട്ട് ഈ ബിസിനസ് ഒന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പറയാം, ഞാൻ ഇവിടുന്ന് ഒരു പൈസയും കളയുന്നില്ല, ഒരാളുടെയും പൈസ ഇല്ലാതെ ഇൻവെസ്റ്റ്. നിങ്ങളുടെ ഹസ്ബൻഡ് ആരോടും നിങ്ങൾ ദേഷ്യത്തിലല്ല പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഉടായ്പ പരിപാടികൾ നാട്ടിൽ നടക്കുന്നുണ്ടും കുറേ ആൾക്കാരുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പേടിച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റാതെ, നിങ്ങൾക്ക് പണിയെടുപ്പിക്കാൻ പറ്റാറ്റില്ല. ആ ഹസ്ബൻഡിനും ആഗ്രഹമുണ്ട് ഒരു വരുമാനം, നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവർക്കൊരു ഇത് കൊടുക്കുക. ഈ ബിസിനസ്സിൽ ഞാൻ ഒരാളുടെയും പൈസ വാങ്ങിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു പൈസ വാങ്ങിച്ചിടുന്നില്ല, പക്ഷേ എനിക്ക് ഈ ബിസിനസ് പഠിക്കാനുള്ള ഒരു ഫ്രീഡം തരൂ എന്ന് മാത്രം പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ ലേഡീസും ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഹസ്ബൻഡിൽ നിന്ന് വാങ്ങിച്ച് പെർമിഷൻ വാങ്ങിച്ച് നാളെ തൊട്ട് ഒരു 1, 2, 3 മണിക്കൂർ കണ്ടെത്താൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ പണി കുറച്ച്, വീട്ടിലെ അടുക്കള പണിയോ തുണി കഴുകുന്ന കാര്യങ്ങൾ കുറച്ച് നേരത്തെ തീർത്തുകൊണ്ട്, കുട്ടികളുടെ കാര്യം കുറച്ച് നേരത്തെ തീർത്തുകൊണ്ട്, കുട്ടികൾ പഠിപ്പിക്കുന്ന എക്സാം ഉണ്ടെങ്കിൽ ആ കുറച്ച് കുട്ടികളെ കുറച്ച് നേരത്തെ പഠിപ്പിക്കാൻ തയ്യാറാവുക. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ പഠിച്ചോളും. അല്ല, ഇന്നത്തെ കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിച്ച തികയില്ല, മനസ്സിലാവില്ല, അവർ വേറെ ലെവലാണ്, അവർ അതിനപ്പുറം പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. അല്ല, ഇന്നത്തെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ കയ്യിലൊന്ന് കൊടുക്കുകയോ കൊണ്ടു, എവിടെ തൊട്ടില്ലെന്ന് അത് നേരെയാക്കി തരുന്നറിയില്ല. ശരിയല്ലേ? നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവാണ്, നമുക്കും സമയമില്ല, നമ്മൾ ബിസിയാണെന്ന് പറയൂ, അവർ പഠിച്ചോളും. നിങ്ങളെ സമയം കണ്ടെത്തുക, നമ്മുടെ ടീം മീറ്റിനുള്ള സമയം കണ്ടെത്തുക,
അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ സമയം കണ്ടെത്തുക, പ്രൊഡക്റ്റിന് നോളജ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആരെങ്കിലും ഇടുന്ന സമയത്ത് അത് എഴുതി വെക്കാൻ തയ്യാറാവുക. നാളെ ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം, നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ആ ലെവലിലേക്ക് നിങ്ങൾ നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നിങ്ങളുടെ അപ്ലൈനായിട്ടും നിങ്ങളുടെ ലീഡേഴ്സായിട്ടും സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ 100% ഞാൻ പറയണം, ഈ ഒരു വർഷം നിങ്ങളുടെ വർഷമാണ്. ഈ ഒരു വർഷം നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും മാറ്റാനും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും ഈ ഒരു വെസ്റ്റീജിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വിനോദ് സാറുണ്ടോ? പോയോ? വിനോദ് സാറ് കൊച്ചിയിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ് സാറുണ്ടോ? വിനോദ് സാർ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വൈൻഡപ്പ് ചെയ്യട്ടോ. ഭീമ മാഡം ഇന്ന് MC ആണ്. ഭീമ മാഡമാണ് ഇന്ന് MC. ആക്ച്വലി വിനോദ് സാറിനെ പെട്ടെന്ന് ഏൽപ്പിച്ചതാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വിനോദ് സാറിന് പോകേണ്ടതായിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ക്ലോസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനോട്. അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ സാറ് ഈ ഒരു 90 ഡേയ്സ് മിഷനെ കുറിച്ച് വളരെ ലളിതമായിട്ട് ഉദാഹരണ സഹിതം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരു വരുമാനം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സാർ പറഞ്ഞ രീതിക്ക് ഈ ഒരു 90 ഡേയ്സ് മിഷനിൽ എല്ലാവരും ഇൻവോൾവ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പൊ ഒരു ദിവസം പോലും മാറി നിൽക്കാതെ ഈ 90 ഡേയ്സ് മിഷൻ എല്ലാവരും അവരുടെ ഓരോരുത്തരുടെ ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക. കാരണം ഇവര് ആക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും അതിന് കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല, എക്സ്പീരിയൻസ് ഷെയറിംഗ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച റിയാസ് സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു വലിയൊരു ലെവലിലോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വളരെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിൽ എത്തണമെങ്കിൽ അതിന് നമ്മൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. കാരണം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക മാത്രമാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം നിങ്ങൾക്ക് ഒരു മാസീവ് സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ വേറെ യാതൊരുവിധ ടെൻഷനും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഫാമിലിയും ഒക്കെ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കാൻ നമ്മൾ റെഡി ആവുക. കാരണം സ്വപ്നങ്ങൾ കാണുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സ്വപ്നത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നല്ലൊരു സക്സസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭരാത്രി. താങ്ക് യു ആൾ. വിഷ് യു വെൽത്ത്.